കൊച്ചി തീരത്ത് ചരക്ക് കപ്പൽ മുങ്ങിയത് കേരള തീരത്താകെ പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട്. ആലപ്പുഴ ആറാട്ടുപുഴ തീരത്ത് കഴിഞ്ഞ ദിവസം കണ്ടെയ്നർ അടിഞ്ഞ ഭാഗത്ത് ഡോൾഫിന്റെ ജഡം അടിഞ്ഞതാണ് പുതിയ പരിഭ്രാന്തിക്ക് കാരണമായത്. കണ്ടെയ്നർ അടിഞ്ഞ തറയിൽ കടവിൽ നിന്നും 200 മീറ്ററോളം തെക്കുമാറി അഴീക്കോടൻ നഗറിന് സമീപമാണ് ഡോൾഫിന്റെ ജഡം കണ്ടെത്തിയത്. പ്രദേശവാസികൾ ഇക്കാര്യം പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഓഷ്യൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ കടപ്പുളങ്ങൾ വൃത്തിയാക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി തീരം സന്ദർശിച്ച നങ്ങ്യാർകുളങ്ങര TKMM കോളേജിലെ സുവോളജി വിഭാഗം മേധാവി എസ് ഷീലയാണ് ഡോൾഫിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. പഞ്ഞിത്തുണി നിറച്ച കണ്ടെയ്നറാണ് ആറാട്ടുപുഴയിൽ അടിഞ്ഞത്. പഞ്ഞിത്തുണി ഭക്ഷിച്ചതാകാം ഡോൾഫിൻ ചാകാൻ കാരണമായതെന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം കേരള തീരത്ത് അപകടത്തിൽപ്പെട്ട MSC എൽസാത്രി എന്ന കപ്പലിലെ കെമിക്കലുകളുടെ കൈകാര്യം ചെയ്യൽ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചതനുസരിച്ച് വിദഗ്ധരുടെ യോഗം ചേർന്നു. ഈ വിഷയത്തിൽ ആഗോള രംഗത്ത് അറിയപ്പെടുന്ന വിദഗ്ധൻ ഡോക്ടർ മുരളി തുമ്മാരക്കുടി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ എന്നിവരും ആഗോളതലത്തിലെ വിദഗ്ധരും സംസ്ഥാന സർക്കാരിൽ കപ്പൽ അപകടം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും യോഗത്തിൽ പങ്കെടുത്തു. കൂടാതെ കപ്പൽ മുങ്ങിയ സ്ഥലത്തു നിന്നും 20 നോട്ടിക്കൽ മൈൽ പ്രദേശത്ത് മത്സ്യബന്ധനം പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. എണ്ണപ്പാട തീരത്തെത്തിയാൽ കൈകാര്യം ചെയ്യാനായി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമുകളെ സജ്ജമാക്കിയിട്ടുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയിരിക്കുകയാണ് ഫിഷറീസ് മന്ത്രി സജി ചെറിയാന്റെ വാദങ്ങൾ. കേരള തീരത്ത് കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകളിൽ ഏറെയും അടിസ്ഥാനരഹിതമെന്നാണ് ഫിഷറീസ് മന്ത്രി സജി ചെറിയാന്റെ വാദം. കടലിൽ നിന്നും പിടിക്കുന്ന മത്സ്യം കഴിക്കാമെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറയുന്നു. വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും ട്രോളിംഗ് നിരോധനത്തെക്കുറിച്ച് അറിയുന്നതിനുമായി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത്. വിഷാംശമുള്ള മാലിന്യങ്ങളാണ് കടൽ തീരത്ത് അടിഞ്ഞതെന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. എന്നാൽ അപകടകരമായ സാഹചര്യം എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കൊച്ചി തീരദേശ മേഖലകളിൽ നിന്നുള്ള ഗുണനിലവാരം പരിശോധിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നിലവിലെ ഭീതി ഒഴിവാക്കാൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മന്ത്രിയുടെ വാദഗതികൾ കേരളത്തിൽ പരിഭ്രാന്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മീൻ കഴിക്കാൻ കഴിയുമോ, മീൻ പിടിക്കാൻ കഴിയുമോ എന്നൊക്കെയാണ് സാധാരണ ജനങ്ങളുടെ ആശങ്ക. മത്സ്യത്തൊഴിലാളികൾക്ക് കാലവർഷം വറുതിയുടെ നാളുകളാണ് സമ്മാനിക്കുന്നത്. മിക്ക വീടുകളും പട്ടിണിയിലാണ്. ഇതിനൊപ്പമാണ് കപ്പൽ ദുരന്തം സമ്മാനിച്ച വറുതിയും. ഇക്കാര്യങ്ങൾ മറികടക്കാൻ മത്സ്യത്തൊഴിലാളികൾ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്കലാപ്പിലാണ്. ആ സമയത്താണ് മന്ത്രി സജി ചെറിയാന്റെ ഇത്തരം വാദഗതികളും. മുഖ്യമന്ത്രി 20 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ മത്സ്യബന്ധനം പാടില്ല എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ മന്ത്രി പറയുന്നത് മീൻ പിടിക്കാമെന്നും ഭക്ഷിക്കാമെന്നുമാണ്. ഇക്കാര്യം കേട്ട സാധാരണ ജനങ്ങളും ആകെ അങ്കലാപ്പിലാണ്. ഇതിന് ശാസ്ത്രലോകം എന്ത് മറുപടി നൽകുമെന്നാണ് ആളുകൾ കാത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്.